ഏവർക്കും സ്നേഹവന്ദനം. 1911 സെൻസസിൽ ജാതി ഹിന്ദുക്കളിൽ നിന്നും അയിത്തജാതിക്കാരെ വേർതിരിച്ച് കണക്കാക്കുന്നതിനായി സെൻസസ് കമ്മീഷണർ 10 മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയുണ്ടായി. പ്രസ്തുത മാനദണ്ഡങ്ങൾ: 1. ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ തിരസ്കരിച്ചവർ. 2. ബ്രാഹ്മണരിൽ നിന്നോ മറ്റ് അംഗീകൃത ഹൈന്ദവ ഗുരുവിൽ നിന്നോ മന്ത്രം സ്വീകരിക്കാത്തവർ. 3. വേദങ്ങളുടെ ആധികാരികതയെ തിരസ്കരിച്ചവർ. 4. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവർ. 5. യഥാർത്ഥ ബ്രാഹ്മണരുടെ സേവനം ലഭിക്കാത്തവർ. 6. ബ്രാഹ്മണ പുരോഹിതന്മാർ ഇല്ലാത്തവർ. 7. സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിൽ പ്രവേശനമില്ലാത്തവർ. 8. അശുദ്ധമാകലിന് കാരണക്കാരാകുന്നവർ. 9. മരിച്ചവരെ കുഴിച്ചിടുന്നവർ. 10. പശുവിറച്ചി തിന്നുകയും പശുവിനോട് അനാദരവ് കാണിക്കുകയും ചെയ്യുന്നവർ. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വോളിയം 9 പേജ് നമ്പർ 6. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഇവിടെ ശരിക്കും ജാതി സെൻസസിനുള്ള മാനദണ്ഡമായിട്ട് എടുത്തത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ 1950 ഓഗസ്റ്റ് മാസം 10-ാം തീയതി നമ്മുടെ പ്രസിഡൻഷ്യൽ റൂൾ അനുസരിച്ച് ഈ വിഭാഗത്തെ, അയിത്തത്തിൽ കഴിഞ്ഞായിട്ടുള്ള ജനത്തെ, ഒരിക്കലും ഹൈന്ദവരുമായിട്ട് യോജിച്ച് നിൽക്കാതിരുന്ന ഈ ജനത്തെ കൂട്ടത്തോടെ ഹിന്ദു ആക്കി മാറ്റിയത് ഒരു നിർബന്ധിത മതപരിവർത്തനമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അതിനെതിരെ ഒരുമിച്ച് ശബ്ദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.